നമുക്ക് ആദർശിന്റെയും നയനയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ, വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ ഒടുവിൽ കാണുന്ന അബി നവ്യയും കൂടെ സംസാരിക്കുവാണ്. ആ സമയത്ത് നവ്യ അബിയോട് പറഞ്ഞു, അബി, നീ ഏൻ ജ്വല്ലറിലെ മാനേജർ ആവാനായിട്ട് പോകല്ലേ, പുതിയ ബ്രാഞ്ചിന്റെ മാനേജർ ആവാനായിട്ട്. നീ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ആ കമ്പനി കുതിച്ചിടണം. വെച്ചിട്ട് കയറ്റമായിരിക്കണം കമ്പനിക്ക് ഉണ്ടാവേണ്ടത്. അറിയാലോ, ഒരു കാരണവശാലും കമ്പനി താഴോട്ടേക്ക് പോകാൻ പാടില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അത്. കാരണം നിന്റെ കഴിവ് നീ അവിടെ തെളിയിക്കണം. നിന്നെ കമ്പനിയിൽ നിന്ന് പുറത്താക്കിയതല്ലേ ആ അനി, അപ്പൊ അവനിട്ട് പണി കൊടുക്കുകയും ചെയ്യണം. അതേ കാലം അവൻ ആ കസേലിരിക്കാൻ പാടില്ല. ഏൻ ജ്വല്ലറി കുതിച്ചുയരുവാണെങ്കിൽ മൂർത്തി ജ്വല്ലറിക്ക് അത് വലിയൊരു അടി തന്നെയായിരിക്കും. ഒടുവില് മൂർത്തി ജ്വല്ലറി തകർന്ന് തരിപ്പണമായി പോണം. ഈ സമയത്ത് നിനക്ക് ഏൻ ജ്വല്ലറി കുതിച്ചുയരാനായിട്ട് പറ്റും. നീ നല്ല രീതിയിൽ അവിടെ പെർഫോം ചെയ്യുവാണെങ്കിൽ നിനക്ക് ഇനിയും നല്ല നല്ല പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ അബി പറഞ്ഞു, സംഗതിയൊക്കെ നല്ലതാ, പക്ഷേങ്കില് നിന്നെ കൊണ്ട് അതിന് സാധിക്കും. നീ നിന്റെ കഴിവ് തെളിയിച്ചാൽ മതിയാവുള്ളൂ. ഇവിടെ എനിക്ക് വിജയിക്കണം. കാരണം നിന്നെ ആ കമ്പനിയിൽ നിന്ന് ഇറക്കി വിട്ടല്ലേ, അപ്പൊ അവരൊക്കെ കാണട്ടെ നീ എന്താ ഏതാന്നൊക്കെ. നിന്നെ കൊണ്ടും പലതും ചെയ്യാൻ സാധിക്കുമെന്ന്. എല്ലാവരുടെയും മുന്നിൽ ഞാൻ തല കുനിച്ച് നിൽക്കുമല്ലേ. എന്റെ വീട്ടുകാരുടെ മുന്നിൽ എല്ലാവരും എന്നെ അപമാനിക്കാനേ ശ്രമിച്ചിട്ടുള്ളൂ. അവരോടൊക്കെ നാളെ നേർക്ക് നേരെ നിന്ന് എനിക്ക് ചോദിക്കാനായിട്ട് സാധിക്കണം. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ അബിയെ നിങ്ങളെല്ലാം തള്ളിക്കളഞ്ഞല്ലേ. എന്റെ അബി ആരാ എന്താ ഏതാന്നൊക്കെ മനസ്സിലാക്കി കൊടുക്കണമെന്ന് പറഞ്ഞു. അബിക്ക് ഭയങ്കര ടെൻഷനായി. എന്റെ ഭഗവാനെ, ഇവിടെ എന്തൊക്കെയാ പറയണേ. താൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അതോടുകൂടി തീർന്നു. തനിക്ക് അങ്ങനെയൊന്നും എടുത്തിയാടി ഒന്നും ചെയ്യാൻ പറ്റില്ല. വലിയൊരു തെളിവ് നിൽക്കുന്നുണ്ടല്ലോ. അനഘയും അതുപോലെ തന്നെ ചന്തുമോളും. അനഘ ജീവിച്ചിരിപ്പുണ്ട്. അതോടൊപ്പം തന്നെ ചന്തുമോള്. കാര്യങ്ങളൊക്കെ എളുപ്പമാണ്. ഒന്ന് DNA ടെസ്റ്റ് നടത്തിയാൽ തീരാവുന്നുള്ളൂ. തന്റെ സത്യങ്ങളൊക്കെ, തന്നെ കുറിച്ചുള്ള സത്യങ്ങളൊക്കെ പുറത്തു വരും. ആ ഒരു ടെൻഷന് അവനുണ്ടായിരുന്നു. പക്ഷെ നവ്യ ഒന്നും മൈൻഡ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. നവ്യയുടെ മനസ്സിലോ അബീനെ എങ്ങനെയല്ലോ ഉയർത്തിക്കൊണ്ട് വരണം, മറ്റുള്ളവരുടെ മുന്നിൽ നല്ല രീതിയിൽ നിൽക്കണമെന്നൊരു ചിന്തയായിരുന്നു. ഇതേ സമയത്ത് ആദർശ് മാളവിയെ വിളിച്ചിട്ട് മാളവിയെ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. കാരണം നയനയുടെ ചടങ്ങുകൾ തീർന്നു കഴിഞ്ഞ ഉടനെ ആദർശ് അവിടുന്ന് പുറപ്പെട്ട. ആദർശിന് എത്രയും പെട്ടെന്ന് തന്നെ ഏൻ ജ്വല്ലറിയുടെ സത്യങ്ങളെ കുറിച്ചൊക്കെ അറിയണം. കാരണം അവര് എന്ത് ചതിയാണ് തങ്ങളോട് ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയണം. ഏൻ ജ്വല്ലറിയുടെ തലപ്പത്ത് ആരാ ഉള്ളതെന്നൊക്കെ അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള നെട്ടോട്ടത്തില ആദർശ്. ഈ സമയത്ത് മാളവി വിളിച്ച ആദർശിനോട് കാര്യങ്ങളൊക്കെ പറയുന്നേ. അയാളുണ്ടല്ലോ, അയാൾ ഇവിടെ തന്നെയുണ്ട്, ഈ ടൗണിൽ തന്നെയുണ്ടെന്ന് പറഞ്ഞു. ഇതിന്റെ തലപ്പത്തുള്ള ആള്. പക്ഷെ അയാളെ കുറിച്ച് ഇതുവരെയായിട്ട് കൃത്യമായിട്ടൊരു വിവരത്തിലേക്ക് എത്താൻ നമുക്ക് സാധിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. അത് കേട്ടിപ്പോ ആദർശ് കാര്യങ്ങളൊക്കെ എനിക്കറിയാം മാളവിയെ. പക്ഷെ ഒരു കാര്യമുണ്ട്, ഈ ഏൻ ജ്വല്ലറിക്കാര് നേരിട്ടൊരു കളിയല്ല നമ്മളുമായിട്ട് കളിക്കുന്നത്. കാരണം ആരോഗ്യപരമായിട്ടൊരു കളിയല്ല. അവർ നമ്മളെ ചതിയിലൂടെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അത് പലവട്ടം എനിക്ക് മനസ്സിലായ കാര്യം. പിന്നെ മാളവിക ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും മാളവികയുടെ മേലെ അവർക്കൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ സംശയം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ കൊല്ലാൻ പോലും അവർ മടിക്കില്ല. ഇതിനു മുമ്പ് സ്വർണ്ണക്കടത്ത് കേസ് കാര്യങ്ങളൊക്കെ നടന്ന സമയത്ത് ആ ഡ്രൈവറെ പോലെ ഏൻ ജ്വല്ലറിക്കാർ ഇല്ലാതാക്കി കളഞ്ഞു. അതുകൊണ്ട് അങ്ങനെയൊന്നും സംഭവിച്ചു കൂടെന്ന് പറഞ്ഞു. മാളവി പറഞ്ഞു, ആ കാര്യമൊന്നും ഓർത്ത് എനിക്ക് പേടിയില്ല സാറേ. എന്താണെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ ചെയ്യും. ഇനിയിപ്പോ അധിക ദിവസം ഉണ്ടാവില്ല. അതിനു മുമ്പ് തന്നെ നമുക്ക് സത്യങ്ങളൊക്കെ കണ്ടെത്താൻ പറ്റുമെന്ന് പറഞ്ഞു. ആദർശ് പറഞ്ഞു, ഈ വിഷു അവരെങ്ങനെ അടിച്ചു പൊളിക്കട്ടെ. പക്ഷെ വിഷു കഴിയുന്നതോട് കൂടിയിട്ട് ചില കാര്യങ്ങളൊക്കെ ഞാൻ തീരുമാനിച്ചിട്ടുണ്ട്. നമ്മളായിരിക്കും ഇനി ഇവിടെ കുതിച്ചു വരാനായിട്ട് പോന്നെ. പക്ഷെ അതുവരെ ഈ ഏൻ ജ്വല്ലറിക്കാര് കാര്യങ്ങളൊന്നും അറിയരുത്. അവർക്ക് തിരിച്ചടി കൊടുക്കാൻ പറ്റിയ സമയത്ത് തിരിച്ചടി കൊടുക്കുക തന്നെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ മാളവിക കുറെ കാര്യങ്ങളൊക്കെ ആദർശിനോട് പറയുന്നുണ്ട്. ആദർശിനും ഭയങ്കര സന്തോഷമായിരുന്നു. ഇനി അധികം നാളൊന്നും താങ്കൾക്ക് ഇവിടെ കഴിയേണ്ട വരത്തില്ല. അനന്തപുരിയിലേക്ക് തിരികെ പോവാം. മുത്തശ്ശനെ തലയുയർത്തി പിടിച്ചാലും മറ്റുള്ളവരുടെ മുന്നിൽ നിൽക്കാം. എന്തൊക്കെയൊരു ചിന്തയൊക്കെ മനസ്സിലുണ്ടായിരുന്നു. ഇതേ സമയത്ത് നവീൻ പുറത്തു പോയിട്ട് തിരികെ വീട്ടിലേക്ക് പോരുവാണ്. അപ്പൊ വീട്ടിലേക്ക് പോകാൻ സമയം കാറിലേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോഴത്തേനാണ് അനാമിക അങ്ങോട്ടേക്ക് വരുന്നത്. അനാമിക നവീനെ കണ്ടു. നവീൻ അനാമികയെ ഒന്ന് നോക്കി. ആ സമയത്ത് അനാമിക നവീന്റെ അടുത്തേക്ക് വന്നു. നവീന്റെ അടുത്ത് വന്നിട്ട് നവീനോട് സംസാരിക്കുകയാണ്. ഇപ്പൊ മൂർത്തി ജ്വല്ലറിയുടെ MD അനിയാണല്ലോ. ഒരു പക്ഷേങ്കില് അനിയുമായിട്ട് ഒന്നിച്ചു പോകുമായിരുന്നെങ്കിൽ ഇപ്പൊ തനിക്ക് MDയുടെ ഭാര്യയായിട്ട് ഇരിക്കായിരുന്നു. പക്ഷെ അതിനൊന്നും പറ്റിയില്ല. ഈ നവീൻ കാരണമാണ് അതൊക്കെ സംഭവിച്ചത്. തന്നെ കുറിച്ചുള്ള കള്ളത്തരങ്ങളും തന്നെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കോടതി വിളിച്ചു പറഞ്ഞു. ഇയാളെ അങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ലോ. അങ്ങനെ നവീന്റെ അടുത്തേക്ക് അനാമിക വന്നിട്ട് ചോദിച്ചു, അല്ല എന്നെ മനസ്സിലായി കാണൂല അല്ലേന്ന് ചോദിച്ചു. അപ്പോഴേക്കും നവീൻ പറഞ്ഞു, അതിന് മനസ്സിലാവാതിരിക്കാനായിട്ട് ഞാൻ കുഞ്ഞൊന്നും അല്ല അനാമിക എന്ന് പറഞ്ഞു. അനാമിക പറഞ്ഞു, നിങ്ങളന്ന് കോടതി കുറച്ച് കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞായിരുന്നല്ലോ എന്നെ കുറിച്ചുള്ള കാര്യങ്ങള്. അല്ല അതൊക്കെ സത്യമല്ലേന്ന് ചോദിച്ചു. അതെ സത്യം തന്നെയാണ്. പക്ഷെ
നിങ്ങൾക്കറിയത്തില്ലാത്ത പല കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നവീൻ ചോദിച്ചു, അല്ല നിനക്ക് എന്ത് കാര്യം അറിയത്തില്ലാത്തേ? എന്ത് കാര്യം അറിയത്തില്ലാത്തതെന്നോ? നിങ്ങൾക്ക് എന്ത് കാര്യം അറിയാവുന്നേ? നിങ്ങളന്ന് കോടതിയിൽ പല കാര്യങ്ങളും വിളിച്ചു പറഞ്ഞല്ലോ, ഞാനും അനിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും കാര്യത്തെക്കുറിച്ചൊക്കെ. ശരിയാ, അവന് എനിക്ക് ഇഷ്ടമില്ലായിരുന്നു. അതെന്തുകൊണ്ടാന്ന് നിങ്ങൾക്കറിയാവുന്ന ചോദിച്ചു. അത് കേട്ടപ്പോ നവീൻ പറഞ്ഞു, അല്ലെങ്കിലും നിന്നെ പോലൊരു പെണ്ണിനെ ആരിഷ്ടപ്പെടാനായിട്ടാ? നീ ഒരിക്കൽ പോലും അവനെ സ്നേഹിച്ചിട്ടില്ല. നിനക്ക് നിന്റെ അച്ഛനും അമ്മയ്ക്കും ഒക്കെ വേണ്ടി പണമായിരുന്നല്ലോ, അതിനു വേണ്ടിയിട്ടല്ലേ ആ കുടുംബത്തെ ക്രൂസ് ചെയ്യുന്ന ചോദിച്ചു. അതൊക്കെ നിങ്ങൾ വെറും തോന്നല് മാത്രമല്ലേ, പക്ഷെ അതിന്റെ മുന്നിൽ വേറെ പല സത്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ഈ പറയുന്ന എനിക്ക് മറ്റൊരു ബന്ധം ഉണ്ടായിരുന്നു വിവാഹത്തിന് മുമ്പ്, അതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമായിരുന്നു എന്ന് ചോദിച്ചു. എനിക്ക് ബന്ധമോ? അങ്ങനെയൊന്നും ഒരിക്കലും ഇല്ലാന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോ അനാമിക പറഞ്ഞു, അതൊക്കെ വെറും നിങ്ങളുടെ തോന്നല് മാത്രമാണ്. കാരണം കല്യാണത്തിന് മുമ്പ് അനിയും നയന ഉണ്ടല്ലോ, നയന എന്ന് പറയുന്നവളുടെ അനിയത്തി നന്ദുവായിട്ട് പ്രണയത്തിലായിരുന്നു പറഞ്ഞു. ഞാനും അനിയും തമ്മിലുള്ള കല്യാണത്തിന് മുമ്പ്. നന്ദുവായിട്ടോ? അതെ. ആ കാര്യങ്ങളൊക്കെ കല്യാണത്തിന് തലേ ദിവസം ആദർശാണൊക്കെ അറിയുകയൊക്കെ ചെയ്ത. അന്ന് അനി ആകെപ്പാടെ ഡിപ്രഷനിലായിരുന്നു. ഈ കല്യാണം വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് അവൻ വീട് വിട്ടു പോകാൻ കുറെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായതാ. പക്ഷേ എങ്കില് എന്ത് ചെയ്യാനാന്ന് പറ, ആരും സമ്മതിച്ചില്ല. ഒടുവിൽ എന്റെ കഴുത്തിൽ എനിക്ക് താലി ആർത്തേണ്ടി വന്നു. മറ്റൊരു പെൺകുട്ടിയെ മനസ്സിലിട്ടുകൊണ്ട് നടക്കുന്ന അവന്റെ ജീവിതത്തിൽ പിന്നെ ചെന്ന് ഞാൻ എന്ത് ചെയ്യാനാ? ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പത്തേനും എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് ഞാനും അവനും തമ്മിലുള്ള ജീവിതം താർന്നു പോയത്. അതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന ചോദിച്ചു. ഒരു നിമിഷം ഞെട്ടിപ്പോയി നവീന്. ഈ സമയത്ത് അനാമി പറഞ്ഞു, അത് മാത്രമല്ല ഇപ്പോഴും അവര് തമ്മിൽ ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് മാത്രം ഞാൻ അവിടുന്ന് തിരികെ വീട്ടിലേക്ക് പോന്നെ. എന്നിട്ട് ഞാൻ സഹിച്ചു ക്ഷമിച്ചു അവനോടൊപ്പം ജീവിക്കാൻ തയ്യാറായിരുന്നു. നിങ്ങളുടെ ഭാഷയിൽ ഞാൻ മാത്രമല്ല തെറ്റുകാരി, പക്ഷെ എന്നെക്കാളും വലിയ തെറ്റ് ചെയ്ത് അവനാണ്. എന്റെ കൂടെ ഉണ്ടായിട്ടും അവന് എന്നെ ചതിച്ചുകൊണ്ടിരിക്കുവായിരുന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. നവീന് കേട്ടത് വിശ്വസിക്കാൻ പോലും പറ്റിയില്ല. അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടോ? അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇത്രയും കാലം തന്നോട് അനി ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതുപോലെ തന്നെ നന്ദു താൻ പലവട്ടം അനിയോട് ചോദിച്ചാണ് നന്ദുവിനോട് എന്താ തന്റെ ഇഷ്ടം തുറന്നു പറയാത്തേന്ന്. പക്ഷെ അന്നൊക്കെ അനി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. നവീൻ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കണ്ടപ്പത്തിന് അനാമിക പറഞ്ഞു, നിങ്ങളന്ന് കോടതി വാദിച്ച് എന്റെ ജീവിതം നിങ്ങൾ ഇല്ലാതാക്കിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ പറഞ്ഞിട്ട് അനാമി അങ്ങോട്ട് പോകാനൊരുങ്ങാണ്. പിന്നീട് തിരിഞ്ഞു നിന്നിട്ട് നവീനോട് പറഞ്ഞൊരു കാര്യങ്ങൾ പറയാനുണ്ട്. ഡിവോഴ്സ് കേസും കാര്യങ്ങളൊക്കെ കോടതിയിലെത്തുമ്പോൾ എനിക്ക് ഡിവോഴ്സ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാക്സിമം ശ്രമിച്ചേ. പക്ഷേ എങ്കിൽ നിങ്ങൾ മിക്കവാറും അവന് ഡിവോഴ്സ് വാങ്ങിക്കൊടുക്കും എന്നുള്ള കാര്യം എനിക്കറിയാം. പക്ഷെ ഒരു കാര്യമുണ്ട്, അങ്ങനെ ഡിവോഴ്സ് വാങ്ങിച്ചു കൊടുക്കുകയാണെങ്കിൽ എനിക്ക് എന്തെങ്കിലും കോമ്പൻസേഷൻ കൂടെ വാങ്ങിച്ചു തരാനായിട്ട് നിങ്ങളൊന്ന് ശ്രമിക്കണം. അത്രയെങ്കിലും ഒരു ഉപകാരം ചെയ്തു തരണം എന്നൊക്കെ പറയണം നവീനോട്. നവീന് എന്തും മറുപടി പറയണമെന്നുണ്ടായിരുന്നില്ല. കാരണം നവീന്റെ മനസ്സിൽ അവള് പറഞ്ഞ കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി തോന്നിയത് ഒന്നായിരുന്നു, നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നുള്ള കാര്യം. എന്നിട്ട് ഒരിക്കൽ പോലും അവൻ തന്നോട് അതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. അങ്ങനെ അനാമയെ അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് നവീൻ ഇങ്ങനെ ആലോചിച്ചു എന്ത് ചെയ്യണമെന്ന്. ഒടുവില് നവീൻ എന്ത് ചെയ്തു, നന്ദുവിനെ കാണാനായിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. കനയും ഗോവിന്ദനും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരുമായിട്ട് സംസാരിക്കുന്ന സമയത്ത് നവീൻ ചോദിച്ചു, അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നന്ദുവും അനിയും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നോ എന്ന് ചോദിച്ചു. അത് കേട്ടപ്പോ അവരൊരു നിമിഷം ഞെട്ടിപ്പോയി. അല്ല, എനിക്ക് ചില കാര്യങ്ങളൊക്കെ അറിയണമായിരുന്നു. അനിയുടെ അനാമികയുടെ ഡിവോഴ്സും കേസുകളും കാര്യങ്ങളൊക്കെ കോടതി നടക്കുമല്ലേ, അപ്പൊ ഞാൻ ചില കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു. അനിയും തന്നും തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അത് അനാമിക അറിഞ്ഞു. അത് അനാമിക ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അല്ല, ഇതൊക്കെ നിങ്ങൾക്ക് അറിയായിരുന്നോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്ത് മറുപടി പറയാനായിട്ട് കനയും കോന്നിനും വല്ലാത്തൊരു വിഷമത്തിൽ നിൽക്കുകയാണ്. പിന്നീട് കനക പറഞ്ഞു, അത് പിന്നെ മോനെ, അത് എനിക്ക് മോളെ ഇഷ്ടമായിരുന്നു. പക്ഷെ അവൾക്ക് അത്ര വലിയ ഇഷ്ടം കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ അറിയാലോ, അനന്തപുരിയിൽ അവളുടെ 2 ചേച്ചിമാരെ കെട്ടിച്ചു വിട്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് താല്പര്യമില്ലായിരുന്നു അവളെ അങ്ങോട്ടേക്ക് പറഞ്ഞു വിടാനായിട്ട്. അതുകൊണ്ട് ഞങ്ങൾ ആ ആലോചന തന്നെ വേണ്ടെന്ന് വെച്ച്. ഇത് കേട്ടപ്പോൾ നവീനും വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായി. കാരണം ഇത്രയൊക്കെ ഉണ്ടായിട്ടാണോ തന്നെ നിന്ന് അനി ഇതെല്ലാം മറച്ചു വെച്ചേ? നേരത്തെ ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയേണ്ടതായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടൊക്കെ ആയിരിക്കും അവനൊന്നും നന്ദുവിനോട് തന്റെ പ്രണയത്തെക്കുറിച്ചൊക്കെ പറയാതിരുന്നേ. അതൊക്കെ ഓർത്തു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ബുദ്ധിമുട്ട് നവീന്റെ മനസ്സിലുണ്ടായി. കുറച്ചേരം കഴിഞ്ഞപ്പോഴത്തേനുമാണ് നന്ദു അങ്ങോട്ടേക്ക് വരുന്നത്, സ്റ്റേഷനിൽ നിന്ന് വരുന്നത്. നന്ദു വന്നപ്പോൾ നവീനുണ്ടായിരുന്നു. അങ്ങനെ നന്ദു നവീനും കൂടെ സംസാരിക്കുന്ന സമയത്ത് നന്ദുവിനോട് നവീന് കേസിന്റെ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോഴാണ് നവീൻ ആ കാര്യത്തെക്കുറിച്ച് ചോദിക്കുന്നത്. അനിയും നന്ദുവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും നന്ദുവിന് ആകെപ്പാടെ വല്ലാത്തൊരു ബുദ്ധിമുട്ടായി. പക്ഷെ
നവീനും നന്ദുവിന് ഇഷ്ടമാന്നുള്ള കാര്യം നന്ദുവിന് അറിയില്ലല്ലോ. പിന്നെ ഒടുവില് നന്ദു ആ കാര്യങ്ങൾ തുറന്ന് പറയുന്നുണ്ട്. തനിക്ക് അനിയെ ഇഷ്ടമായിരുന്നതും താനും അനിയും തമ്മിൽ പ്രണയത്തിലായിരുന്നുള്ള കാര്യങ്ങളൊക്കെ. അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ തന്നെ നവീൻ എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തുണ്ടായിരുന്നില്ല. വല്ലാത്തൊരു ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാ നമ്മൾ കാണാൻ പോകുന്നത്. എന്താണെങ്കിലും അനിയുടെ കള്ളത്തരങ്ങളൊക്കെ പുറത്തു വരാൻ പോവാണ്. അനിയോട് നവീൻ ചോദിക്കുക തന്നെ ചെയ്യും ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ. ഇത്രയും കാലം എന്നിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ച് എന്തിനാന്നൊക്കെ ഉള്ളത്. അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു.